welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു കളിമണ്ണ് കൊണ്ടുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ വീട്ടിൽ വാങ്ങിച്ചായിരുന്നു. വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് വാങ്ങിയതാണ് ഈ ബുദ്ധൻ്റെ പ്രതിമ. ഇത് സാധാരണ ചെടിച്ചട്ടിയൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. കളിമണ്ണ് കൊണ്ടുള്ള ചെടിച്ചട്ടിയൊക്കെ ഇല്ലേ, അത് വിൽക്കുന്ന കടകളിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ബുദ്ധൻ്റെ പ്രതിമ. പക്ഷേ ഇത് നമ്മുടെ വീടിൻ്റെ ആ ഒരു കളറുമായിട്ട്, പെയിൻറ്റിൻ്റെ കളറും ആയിട്ട് ഇതങ്ങോട്ട് മാച്ച് ആകുന്നില്ല. അപ്പോൾ അതൊന്ന് മാച്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് ആ ബുദ്ധനെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ എന്നോർത്ത് ഞാനത് വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. തെറ്റുകളുണ്ടാവാം, എന്നാലും എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്തു. നിറയെ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് ഉണക്കിയെടുത്തതാണ്. ആദ്യം ഞാനിതിന് ബ്ലാക്ക് കളറിലെ സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫുൾ ബ്ലാക്ക് അടിച്ചിട്ട് അതിന് ചെറിയ ഗ്രേയും അതുപോലെ തന്നെ മെറ്റാലിക് കോപ്പറും ചേർത്തിട്ട് ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഫുൾ ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണ്. അത് എല്ലാ ഉള്ളിലെല്ലാം പറ്റുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിത് 2 കോട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ ഏരിയയിലും നന്നായി കവർ ചെയ്തൊന്ന് ഉറപ്പാക്കുക. അപ്പോൾ 2 കോട്ടും ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത കോട്ട് ഞാൻ അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് കളറിലെ പെയിൻറ്റും അതുപോലെ ബ്ലാക്കും പിന്നെ ഒരു സൈഡിൽ കുറച്ച് കോപ്പറും എടുത്തിട്ടുണ്ട്. മെറ്റാലിക് കോപ്പർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാക്കി അതൊന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഏരിയയിലും അടിക്കേണ്ട കാര്യമില്ല. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന, അതായത് കുറച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഭാഗങ്ങളിലൊന്നും ഈ ഗ്രേ കളർ കൊടുക്കണ്ട. അത് ബ്ലാക്കായിട്ട് തന്നെ നിന്നാൽ മതി. ബാക്കിയുള്ള ഏരിയയിൽ ചെറുതായിട്ടൊന്ന് ഗ്രേ അടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഫുൾ ബ്ലാക്ക് അല്ല താല്പര്യം. അപ്പോൾ വീടിൻ്റെ കളറും കുറച്ച് ഇതുപോലെ ബ്ലാക്കും ഗ്രേയും കൂടെയൊക്കെ കലർന്ന ഒരു കളറാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയാണ് റഫായിട്ട് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഗ്രേ കളറിലെ ഒരു ഷെയ്ഡ് എല്ലാ സ്ഥലത്തും ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റഫായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ ബ്രഷ് വെച്ചാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ബ്രഷിൻ്റെ സ്ട്രോക്കൊക്കെ ഉണ്ടാവും. അതൊന്ന് മാറാനായിട്ട് ഞാൻ ഇതുപോലെ സ്പോഞ്ചിൽ കുറച്ച് ബ്ലാക്ക് കൂടുതൽ എടുത്തിട്ട്, ബ്ലാക്കും ഗ്രേയും കൂടെ ചേർത്തിട്ടാണ് കൂടുതൽ ബ്ലാക്ക് വരുന്ന രീതിയിൽ സ്പോഞ്ചിൽ മുക്കി ആ ഒരു ബ്രഷിൻ്റെ സ്ട്രോക്ക് കണ്ടെടുത്തെല്ലാം ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ബ്രഷിൻ്റെ സ്ട്രോക്ക് എല്ലാം മാറി കിട്ടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലെ എല്ലാ കോർണേഴ്സിലും ബ്ലാക്ക് കൂടുതൽ വരുന്ന രീതിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഓരോ കോട്ടും ചെയ്യുമ്പോഴും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയി പോവും. നമുക്ക് ബ്ലാക്ക് ഏത് ഗ്രേ ഏതെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാതായി പോവും.
അതിനുശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് മെറ്റാലിക് കോപ്പറാണ്. അത് ചെറുതായിട്ടൊന്ന് ബ്രഷിൽ തൂത്തെടുത്തിട്ട് കുറച്ചേ പറ്റാവുള്ളൂ ബ്രഷിൽ, ബാക്കി അങ്ങ് നമ്മളവിടെ തന്നെ തുടച്ച് മാറ്റിയിട്ട് വേണം ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് നിൽക്കേണ്ട പോർഷനിൽ മാത്രം ഇതുപോലെ മെറ്റാലിക് കോപ്പർ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെ ആക്കരുത്. ഇതുപോലെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഒരു ആൻറ്റീക്ക് ലുക്ക് നമുക്ക് തോന്നും. കുറച്ചൊരു പഴകിയ ഒരു പ്രതിമയുടെ ആ ഒരു ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ പൂപ്പലൊക്കെ വന്ന പോലെ ഈ ഉള്ള ആ ഒരു ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ നമുക്ക് ഇതുപോലെ കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഒത്തിരി പഴകിയ ഒരു ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മെറ്റാലിക് ഒരു ചെറിയൊരു ആൻറ്റീക്ക് ലുക്ക് വരാൻ വേണ്ടി മാത്രം അങ്ങനെ കൊടുക്കുന്നു. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതുപോലെ ഫേസിൽ ഓരോ ഫീച്ചേഴ്സും നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കണ്ണിൻ്റെ മേളിലും അതുപോലെ തന്നെ പുരികത്തിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട്, അതുപോലെ മൂക്ക്, ചുണ്ട്, താടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊന്ന് ഒരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ചെറിയ ബ്രഷ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അതാവുമ്പോഴേക്കും നമ്മൾ കുറച്ച് അകലെ നിന്ന് നോക്കിയാലും കണ്ണെല്ലാം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത്, കണ്ണും മൂക്കും ചുണ്ടും എല്ലാം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണും. അപ്പോൾ ആ ഒരു അത് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ചെറിയ ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഷെയ്ഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കിയാലും ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം വ്യക്തമായിട്ട് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരേ ഷെയ്ഡാണ് നമ്മൾ ഫേസിന് കൊടുക്കുന്നതെങ്കിൽ കണ്ണും ഒന്നും പ്രൊജക്റ്റ് ചെയ്ത് കാണത്തേയില്ല. അപ്പോൾ നമ്മുടെ ഷെയ്ഡിങ് ഒക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു ദിവസം ഞാൻ നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തു. നന്നായിട്ട് പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതിന് വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് പുറത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ്. നമ്മൾ പുറത്തുള്ള ഒരു ഫിഷ് ടാങ്കിൻ്റെ സൈഡിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ മഴയും വെയിലും എല്ലാം കൊള്ളുന്നതാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിന് ഡാമേജ് ഒന്നും വരാതിരിക്കാനായിട്ട് 2 കോട്ട് വാർണിഷും കൂടെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഏരിയയിലും വാർണിഷ് നന്നായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ പെയിൻറ്റ് ചിലപ്പോൾ പോകും, പൊളിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് കുഴപ്പമൊന്നും വരില്ല പെട്ടെന്നൊന്നും. അപ്പോൾ ഞാൻ 2 കോട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഗാർഡനിൽ എവിടെയാണ് വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കാം. ഇത് എനിക്കിഷ്ടമുള്ള ഒരു കളറിലേക്ക് ഞാൻ മാറ്റിയതാണ്. എൻ്റെ വീടിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാക്കിയെടുത്താണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണ് ആക്കണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. മെറ്റാലിക് ഷെയ്ഡ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഉള്ളിലൊക്കെ വെക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്താലും ഭംഗിയായിരിക്കും. മെറ്റലിൻ്റെ ഇതുപോലുള്ള പ്രതിമയൊക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്കിതുപോലെ വില കുറഞ്ഞ പ്രതിമ വാങ്ങിച്ചിട്ട് കളർ ചെയ്ത് നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലോ ഒക്കെ വെക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാനിതിവിടെ ഒരു ഫ്രണ്ടിലുള്ള ഒരു ചെറിയ ഫിഷ് ടാങ്കിൻ്റെ സൈഡിലായിട്ട് ഒരു മരത്തിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അതേ ഒരു ആമയാണ് ഇവിടെ വന്നു കയറിയതാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്ത് നിന്ന് കിട്ടിയ ആമയാണ്. പട്ടി അതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ടാങ്കിലേക്ക് ഇട്ടതാണ്. അത് കാരണം അത് ജീവനോടെ തന്നെ തിരിച്ചു കിട്ടി. അപ്പോൾ ഇതാണ് ഞാൻ ബുദ്ധന് കൊടുത്ത ഒരു മേക്ക് ഓവർ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്ക് ദയവായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.